എല്ലാവർക്കും ഹോളിവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, നടിഗർ, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് മാരുവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയായിരുന്നു. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങി ഒരുപാട് പേര് മാരുവിലും ഗോപുരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഇറങ്ങി കുറേ നാളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദർഷ സംവിധാനം ചെയ്ത സിനിമയാണിത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ റൊമാൻറ്റിക്കൽ മൂവിയാണിത്. ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബി ആരും തന്നെ കാത്തിരിക്കുന്നില്ല. കാരണം ഒരുപാട് നാളായി ഗെറ്റ് സെറ്റ് ബേബി വരുമെന്ന് മനോരമ മാക്സ് പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ റിലീസാക്കിയിട്ടില്ല. OTT അവകാശം നേരത്തെ തന്നെ വാങ്ങിച്ചതാണ്. നിഖില വിമലും ഉണ്ണിമുകുന്ദനുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു. തിയേറ്ററിൽ നിന്ന് നല്ലൊരു അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമ OTTയിൽ വന്നില്ല. ഷൈനികം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ വീക്കിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ദിലീപ്, നീതാപിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോയത്. എന്നിട്ടും തങ്കമണിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറയുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് തങ്കമണി ഈ മാസം OTTയിൽ എത്താൻ പോകുന്നത്. ജൂലൈ ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കൂട്ടം യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. സിനിമ റിലീസായത് 2023 ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വിവാദമുണ്ടാക്കിയ സിനിമയാണ് ഫൂട്ടേജ്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ഫൂട്ടേജ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇപ്പോഴാണ് OTTയിൽ വരുന്നത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് ഫൂട്ടേജിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും തമനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTയിൽ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ബാന്ദ്ര സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം നേരത്തെ തന്നെ ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. കമ്മീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഈ മാസം ലാസ്റ്റ് വീക്കിൽ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ബസൂക്ക സ്വന്തമാക്കിയത്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. മമ്മൂട്ടിയാണ് ബസൂക്ക സിനിമയിലെ നായകൻ. ബസൂക്കയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTക്ക് വേണ്ടിയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോഴത്തെ C5 ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമ സർപ്രൈസായിട്ട് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഈ വീക്കിലായിരിക്കും ബസൂക്ക സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടിഗർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നടിഗർ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സൈനാപ്ലയാണ് നടിഗർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് നടിഗർ OTT റിലീസിന് ഒരുങ്ങുന്നത്. സൈനാപ്ലയിൽ ജൂലൈ മാസം ആണ് നടിഗർ സിനിമയുടെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ സിനിമയായിരുന്നു സർക്കിട്ട്. ഇതൊരു ചെറിയൊരു സിനിമയാണ്. പക്ഷേ സർക്കിട്ട് സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. നല്ല അഭിപ്രായമാണ് സർക്കിട്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. ഒരു കുട്ടിയുടെ കഥയാണ് സർക്കിട്ട് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ സർക്കിട്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ജൂലൈ 30 മുന്നേ സർക്കിട്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്. അപ്പോൾ
ഇപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.